എല്ലാവരോടും ഭയപ്പെടരുത് നിങ്ങൾ. ഹല്ലേലൂയ. കാരണം ഭയപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു എലി, ഒരു എന്താ പറയുക, എലി എന്ന് പറയുമ്പോൾ നിങ്ങൾ റാറ്റ് അല്ലെങ്കിൽ മൗസ് എന്തോ ആയിക്കോട്ടെ, എലി മാളത്തിലിരുന്ന് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നതല്ലാതെ എലി പുറത്തോട്ട് വരത്തില്ല. എലിക്കാണെങ്കിൽ വിശന്നിട്ടിരിക്കാനും വയ്യ, കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എലി നോക്കുമ്പം എലിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എലിക്ക് ഭയങ്കര പേടിയാണ്. എലിക്ക് പുറത്തോട്ട് വന്ന് എല്ലാവരെയും ഫേസ് ചെയ്യാനും എലിക്ക് പേടി ആരെയാണ്? പൂച്ചയാണ് പേടി. അപ്പോൾ എലി അതുകൊണ്ട് പുറത്ത് വരുവാൻ ആഗ്രഹിക്കാതെ ഭയങ്കര ഭയത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ വയറിൽ വിശന്നിട്ട് നിൽക്കാനും വയ്യ. അങ്ങനെ കുറേ സമയമായപ്പോൾ എലി ഒരു മനുഷ്യനെ കണ്ടു, അതിൽ കൂടെ പോയ. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് എലിയെ? അതൊരു ഒരു പവറുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളി ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? നീ എന്തേ പുറത്ത് വരാത്ത? നീ എന്തേ ഭയത്തിരിക്കുന്നത്? പറഞ്ഞു, എനിക്ക് എലി പറഞ്ഞു, എനിക്ക് പൂച്ചേനെ പേടിയാണ്, എനിക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒന്ന് പൂച്ച ആയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കാതെ ഭക്ഷണമൊക്കെ കഴിച്ച് പൂച്ച പോകുന്നത് പോലെ എനിക്ക് അങ്ങ് ഹാപ്പി ആയിട്ട് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ, എൻ്റെ മാജിക്കിലൂടെ നിന്നെ ഞാനിപ്പോൾ പൂച്ചയാക്കാമെന്ന് പറഞ്ഞു, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിനെ പൂച്ചയാക്കി കഴിഞ്ഞപ്പോഴേ പൂച്ച ഇങ്ങനെ മ്യാന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കുമ്പോഴല്ലോ പിന്നെ ഈ പുള്ളിയുടെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, എനിക്ക് പൂച്ചയാകുന്നത് ഭയങ്കര പേടിയാണ്. കാരണം അവനിലെ പട്ടിയില്ല, എൻ്റെ പുറകെ തന്നെ 24 മണിക്കൂർ എൻ്റെ പുറകെ, എനിക്ക് പേടിച്ചിട്ട് നിൽക്കാം, എനിക്ക് ഭക്ഷണമില്ല കുറേ ദിവസം കഴിച്ചിട്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാണ്, എനിക്ക് പട്ടിയായാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നീ പട്ടിയായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനെ പട്ടിയാക്കി. എവിടുന്നാണ്? എലി, പിന്നെ പൂച്ച പട്ടീനെ പിടിച്ചു. അപ്പോൾ പട്ടി കഴിഞ്ഞപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെയും വന്നിട്ട് കരയാണ്, എനിക്ക് പേടിയാണ്, ഞാനില്ലേ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ ഇല്ലേ സിംഹം എന്നെ നോക്കി ഇങ്ങനെ അലറി എന്നെ കൊല്ലാനായിട്ട് വരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് എന്നെ സിംഹമാക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഓക്കെ, എന്നാൽ ഞാൻ നിന്നെ സിംഹമാക്കാമെന്ന് പറഞ്ഞു. സിംഹമാക്കി കഴിഞ്ഞപ്പോഴേ കുറച്ച് മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ സിംഹത്തിന് മനസ്സിലായി ഒരു മനുഷ്യൻ തന്നെ ഹണ്ട് ചെയ്യാൻ വരുന്നതായിട്ട്. അപ്പോൾ സിംഹം പറഞ്ഞു, അയ്യോ എനിക്ക് സിംഹവും ആകണ്ട. ജീന സിസ്റ്ററിൻ്റെ മ്യൂട്ട് ചെയ്യണേ മോളെ. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് സിംഹവും ആകണ്ട, എനിക്ക് പേടിയാണ് മനുഷ്യരെ, അപ്പോൾ എനിക്ക് നീ തിരിച്ച് പൂച്ചയായാൽ മതി, എലി ആയാൽ മതി, ഒന്നുമില്ലെങ്കിൽ ആ മാളത്തിൻ്റെ അകത്ത് ഇരുന്ന് ഒളിഞ്ഞിരിക്കാനൊരു സമാധാനമുണ്ട്, അതാകുമ്പോൾ എനിക്ക് എല്ലാം ഇങ്ങനെ ഒളിച്ചിരിക്കാനൊരു സന്തോഷമുണ്ട്, ഈ സിംഹമാകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? എവിടെയാണെന്നറിയുമോ നിൻ്റെ പ്രശ്നം? നിൻ്റെ ഭയമാണ്. നിൻ്റെ ഭയം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാഞ്ഞത് കൊണ്ട് നീ ഏത് സിറ്റുവേഷനിൽ പോയിരുന്നാലും, നീ എവിടെ ഒളിച്ചിരുന്നാലും, നീ ആരെ കല്യാണം കഴിച്ചു പോയാലും, നീ എത്ര വലിയ പണക്കാരനായാലും, ഏത് സ്റ്റേജിലേക്ക് നീ പോയാലും, എത്ര മൈക്ക് നീ പിടിച്ചാലും, ഏതെല്ലാം സിറ്റുവേഷനിലൂടെ പോയാലും, ജിൻസിയുടെയും കൂടെ നിൻ്റെ ഭയം നിൻ്റെ ഉള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് നിനക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോടാണ് എന്ന് പറഞ്ഞത്. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ സകല ഭയത്തിൽ നിന്ന് വിടുവിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ സകല ഭയത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദിവസത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എൻകറേജ് ചെയ്യുന്നത്, കീപ് റിപ്പീറ്റിംഗ്, പ്രവചിക്കണം. നിങ്ങൾ മറ്റൊരു പ്രവാചകൻ്റെ അടുത്ത് പോകാനല്ല പറയുന്നത്, നിങ്ങൾ പ്രവാചകികളാണ്, നിങ്ങൾ ഓരോരുത്തരും പ്രവാചകികളാണ്. നിങ്ങൾ എന്തിനു മറ്റുള്ളവരെ ആശ്രയിക്കണം? ഇപ്പോൾ ഒരു സമയത്ത് മീഡിയ ഓഫാകുന്നൊരു സമയം വരും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. എല്ലാം നമുക്ക് ഇന്നുവരെ UAE മഴ പെയ്ത് വെള്ളം കിടക്കാത്ത സ്ഥലത്ത് ഇപ്പം വെള്ളം കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിക്കും, ഇന്നുവരെ ഞാൻ ഈ UAE ഒരു കൊതുകിനെ കണ്ടിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ബാൽക്കണി മുഴുവൻ ഒരു കോടി കൊതുകാണ്, വൈറ്റ് കളറിൽ. സ്തോത്രം. എങ്ങനെയുണ്ടായി? ഇത് അന്ത്യകാലമാണ്. സംഭവിക്കാനില്ലെന്ന് നമ്മൾ വിചാരിച്ചതൊക്കെയും സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഈ ഭയം നമ്മളിൽ നിന്നും എടുത്തു മാറ്റിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സകല ഭയങ്ങളിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഓരോരുത്തരും പ്രവചിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രവചിക്കുന്നത്? ഹല്ലേലൂയ. വചനം നമ്മൾ കാണാതെ പഠിക്കണം. ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോഴും അതിൽ ടച്ച് ചെയ്യുന്ന വചനങ്ങൾ കളർ ചെയ്തിടുക. ഒരു പേന നിങ്ങളുടെ കയ്യിൽ വെക്കുക. ആ പേന എടുത്തിട്ട് ഹല്ലേലൂയ നിങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി പേന വാങ്ങാൻ പോയില്ലെന്ന് സമയം കളയണ്ട. ഒരു പെൻസിൽ എടുത്താണെങ്കിലും വരച്ചിടുക. എന്നിട്ടൊരു ബുക്ക് ഉണ്ടാക്കുക. ഇന്നു മുതലൊരു ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിനത് ടച്ച് ചെയ്ത് ഒരു ദിവസം ഒരു വചനം എഴുതിയെടുക്കുക. പ്രൈസ് ദി ലോർഡ് ചിന്നു. ഹല്ലേലൂയ. എഴുതിയെടുത്തിട്ട് ഇത് കാണാതെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, സിസ്റ്റർ എന്തോ ഈ പറഞ്ഞ വചനം കാണാതെ പഠിക്കണം? യെസ്, കാണാതെ പഠിക്കണം. പഠിക്കുന്നത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടല്ല. ഇവിടെ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ജീവനും ആത്മാവുമാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ ജീവനും ആത്മാവുമാകുന്ന വചനം നീ പറയും തോറും പ്രാണി സിസ്റ്റർ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടം വരും, ഒരു ശോധന വരും, ഒരു പ്രശ്നം വരും. ഞാനപ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവെന്നെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന വചനം എടുക്കും. ഞാൻ അതിനെ പ്രൊക്ലെയിം ചെയ്യും. ഞാനിപ്പം മാക്സിമം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ചിരിക്കും.
ഹാലലുയ. സദൃശ്യവാക്യം 31 പറയുന്ന പോലെ അവൾ ഭാവി ഓർത്ത് പുഞ്ചിരിക്കുന്നു. പല കാര്യങ്ങളും ഞാൻ ഭാവി ഓർത്ത് പുഞ്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ വിട്ടങ്ങ് പോയി. കാരണം എന്തോന്ന് ഇവളുടെ മുമ്പിൽ കൊണ്ടുവന്നാലും ഇവള് ചിരിയാണ്. ഹാലലുയ. കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും, ഹൃദയം പൊട്ടിയിരിക്കുകയായിരിക്കും, അപ്പോഴും ഞാൻ ചിരിക്കും. കാരണം എന്താ പറയുക, ഐ നോ മൈ ഹോപ്പ്, ഐ നോ മൈ ലീഡർ, ഐ നോ മൈ ഡെസ്റ്റിനേഷൻ, ഐ നോ മൈ ഫാദർ, ഐ നോ മൈ ഡിസയർ. ഹാലലുയ. ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് അറിയണം. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ വെളിച്ചമാകുന്നു ലോകത്തിന്. ഹല്ലേലൂയ. അവൻ ലോകത്തിന് വെളിച്ചമാകുന്നു. ആമേൻ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വെളിച്ചം ക്രിസ്തുവാകുന്നുവെങ്കിൽ ഈ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡാർക്ക്നെസ് ഹാസ് ടു ഫ്ലീ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഭയത്തിൻ്റെ ഒരു സ്പിരിറ്റാണ് എന്നെ പിടിച്ചിരുന്നത്. ഭീരുത്വത്തിൻ്റെ ഒരു സ്പിരിറ്റ് അല്ല, ഭയത്തിൻ്റെ ഒരു സ്പിരിറ്റ്. ഭീരുത്വം എന്ന് പറയുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ പേടിയല്ല. ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് എന്തൊക്കെയോ ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ പേടിയാണ്, ലോൺലിനെസ് ആകുമ്പോൾ പേടിയാണ്. അങ്ങനെയുള്ള ഒരു ഭയത്തിൻ്റെ സ്പിരിറ്റ് എന്നെ പിടിക്കുവാനിടയായി വർഷങ്ങൾക്ക് മുമ്പ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി 2010 ആ ശക്കേന എന്നിലേക്ക് ഇറങ്ങുമ്പോൾ, അഭിഷേകത്താൽ ഞാൻ നിറയ്ക്കുമ്പോൾ എന്നെ ദൈവം ആദ്യം വിടുവിച്ചത് എൻ്റെ ഭയത്തിൻ്റെ സ്പിരിറ്റിനെയാണ്. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പല സമയത്തും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഹി ക്യാൻ ഡു. ഹി ഈസ് ഓൾ മൈറ്റി. ഹിസ് നെയിം ഈസ് എൽ ഷദായ്. ഹി ഈസ് പവർഫുൾ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിമാരെ, ഇന്നു മുതൽ നിങ്ങൾ പ്രവചിക്കണം. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. ഏത് വചനമാണോ ഹൃദയത്തിൽ അപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത്, ആ വചനം വെച്ചിട്ട് ആ വിഷയത്തെ ഒന്ന് നീ സംസാരിച്ചു നോക്കേ. ദൈവത്തിൻ്റെ വചനം ചുറ്റികയാകുന്നു, തീയാകുന്നു. ഹല്ലേലൂയ. അത് ജീവനുള്ളതാകുന്നു, ആത്മാവാകുന്നു, അത് ചൈതന്യമുള്ളതാകുന്നു, ഇരുവായ്ത്തലേ മൂർച്ചയേറിയതാകുന്നു, സന്ധികളെയും മഞ്ചകളെയും ആഴ്ന്നിറങ്ങുന്നതാകുന്നു, ഹൃദയത്തിൻ്റെ വിവേചനങ്ങളെ വിവേചിക്കുന്നതാകുന്നു. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നും പ്രകാശമാണ് ആ ദൈവത്തിന്റെ വചനം. ദൈവമാണ്. ഹല്ലേലൂയ. വചനം ദൈവമാണ്. ഹല്ലേലൂയ. ഒരിക്കലും വചനത്തിന്റെ മുൻപിൽ നീ റേമയായി പറയുമ്പോൾ, അത്യന്ത ശക്തിയിൽ വിശ്വാസത്തോടു കൂടി നീ കൽപ്പിക്കുമ്പോൾ, ദാറ്റ് ഡാർക്ക്നെസ് ഹാസ് ടു ഫ്ലീ. യെസ്. കാരണം എൻ്റെ ഉള്ളത്തിലിരുന്ന ഈ ഒരു ഭയത്തെ ആരുമല്ല പറഞ്ഞത് പോകാനായിട്ട്. കർത്താവ് ഇറങ്ങി അതിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റി, എന്നെ സ്വതന്ത്രമാക്കി. യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞു, സത്യം സിൽവാനോ സിസ്റ്റർ നിങ്ങൾ അറിയുകയും, ജിൻസി സിസ്റ്റർ, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. യോബിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. യോബിന്റെ ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 17-ാം വാക്യത്തിൽ യോബിന്റെ ഭാര്യയെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വാക്ക് നമ്മൾ വായിക്കണം. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ യോബ് വിചാരിക്കുകയാണ് 3-ാം അധ്യായത്തിൽ, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെടുന്നത് എനിക്ക് ഭവിച്ചു എന്ന് യോബ് പറയാണ്. യോബിന് ഭയങ്കര ഭയമായിരുന്നു. യോബ് എന്തൊക്കെയോ ചിന്തിച്ചു, അത് തന്നെ തൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. ഭാര്യയ്ക്ക് യോബിനോട് പോലും ദേഷ്യം തോന്നി. കാരണം അവൾക്ക് കഷ്ടം വന്നപ്പോൾ അവൾക്ക് ഒട്ടും സന്തോഷമില്ല. എല്ലാം ഉണ്ടായിരുന്നപ്പോൾ യോബിൻ്റെ ഭാര്യ വളരെ ഹാപ്പി ആയിരുന്നു. പ്രിയ ദൈവ പൈതലേ, ചിലപ്പോൾ ദൈവം നിന്നെ ഒന്ന് ഇളക്കുവാൻ ആഗ്രഹിക്കും. കൂടിളക്കുന്നത് പോലെ ആ പറക്കുന്ന കഴുകൻ എന്ത് ചെയ്യും? തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടൊന്ന് ഇളക്കും. ഹല്ലേലൂയ. ബിക്കോസ് നിന്നെ ഏതെങ്കിലും ഒരു പ്രശ്നം അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ചിലത് ദൈവത്തിന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തറിയാമോ? തൻ്റെ മക്കളെ പറക്കുവാൻ പഠിപ്പിക്കും. പല സമയത്തും നമ്മൾ സ്റ്റില്ലായിരിക്കും. അയ്യോ, എന്നെയും കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ തോറ്റുപോകും, ആ ദേവദാസൻ വരണം, അവർ എനിക്കെതിരായിട്ട് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അന്ന് അവർക്ക് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ നോട്ടാണ് ഈ പ്രശ്നം എൻ്റെ കുടുംബത്തിൽ തുടങ്ങി. ഇതെല്ലാം മോശത്വമാണ്. കാരണം നീ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെങ്കിൽ നീ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിന്റെ വിശ്വാസം തന്നെയാണ്. സോ വേർ ഈസ് ദ പ്രോബ്ലം? പ്രോബ്ലം നമ്മുടെ വിശ്വാസത്തിലാണ്. കർത്താവ് പറയേണ്ടത് പറഞ്ഞു, വിടുവിക്കേണ്ടത് വിടുവിച്ചു, ശക്തി തരേണ്ടത് ശക്തി തരുന്നു. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. Then from where this fear came? Hallelujah. അപ്പോൾ എവിടുന്നാണ് ഈ ഭയത്തിന്റെ സ്പിരിറ്റ് വന്നത്? നമ്മൾ അനുവദിച്ചിട്ടാണ്. ഹല്ലേലൂയ.
നമ്മൾ അറിയാതെ ചിലതിനെ നമ്മൾ അനുവദിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരും. നമ്മളെല്ലാവരും കാണുന്നതിനെയാണല്ലോ വിശ്വസിക്കുന്നത്, കാണാത്തതിനെ നമുക്ക് വിശ്വാസമല്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നതോ, കാണാത്തതിനെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ, ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ, കർത്താവിൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ മണവാളൻ തലപ്പാവ് ധരിച്ചിരിക്കുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ അണിഞ്ഞിരിക്കുന്നത് പോലെയും നിന്നെ അണിഞ്ഞിരിക്കുന്ന രക്ഷയും നീതിയെയും കുറിച്ച് നീ വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ അവൻ ഓടിപ്പോകും, അവൻ നിൽക്കുകയില്ല. നമ്മളെല്ലാവരും മിണ്ടാതിരിക്കുന്നുകൊണ്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അമ്മേ, ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ബോണി എന്ന കുതിരയെക്കുറിച്ച്. ബോണിയുടെ കുതിരയും ബോണിയും കൂടെ ബോണി എന്ന കുതിരയും അതിൻ്റെ ഉടയവനും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാടുകളിലൂടെയാണ് പോകുന്നത്, ഒരു പെരുവഴിയിലൂടെ. ആരും ആളില്ലാത്തൊരു വഴിയിലൂടെ പോകുമ്പോൾ ബോണി മുന്നോട്ട് പോകുന്നില്ല. ബോണിയോട് അതിൻ്റെ ഓണർ അടിക്കുകയാണ് അവനെ. പോന്ന് പറയുന്നത്. നോ ഐ കനോട്ട് ഗോ. അവൻ പുറകോട്ട് പോകുകയാണ്. എന്താണ് പ്രോബ്ലം? സം ടൈം നമ്മളും ഇതുപോലെയാണ്. കർത്താവ് പറയാണ്, ഗോ, ഐ ഹാവ് ഗിവൻ യു ദ പവർ, ഐ ഹാവ് ഗിവൻ യു ദ അതോറിറ്റി. ഞാൻ നിന്നെ ശക്തീകരിച്ചു, നിർമ്മലീകരിച്ചു, നിന്നെ ശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ പുതിയ സൃഷ്ടിയാക്കി. നീ വാട്ട് ഈസ് ദ പ്രോബ്ലം? നീ എന്താണ് ഹെവി ആയിട്ട് ഇവിടെ നിൽക്കുന്നത്? നമ്മൾ ഇപ്പോഴും പറഞ്ഞതിനറിയുമോ, ദൈവം ഒന്ന് നേരിട്ട് വന്ന് എൻ്റെ അച്ഛനൊന്നും നന്നായിട്ടേ ഞാൻ മാറുന്നുള്ളൂ, എൻ്റെ കുഞ്ഞൊന്നും നന്നായിട്ടേ ഞാൻ മാറുന്നുള്ളൂ, എൻ്റെ അമ്മായിയമ്മയൊന്നും നന്നായിട്ടേ ഞാൻ മാറുന്നുള്ളൂ, എൻ്റെ ഭർത്താവ് ഒന്നും നന്നായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലുള്ളവർ നന്നായിട്ട്. ഇതെല്ലാം നമ്മുടെ എക്സ്ക്യൂസുകളാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, നിന്നിൽ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തി. ബോണി അവിടെ സ്റ്റില്ലായപ്പോൾ താൻ നോക്കുമ്പോൾ വലിയൊരു പാമ്പ് ഇങ്ങനെ വഴിയിൽ കിടക്കുകയാണ്. ചെറിയ പാമ്പൊന്നുമല്ല, ഇറ്റ്സ് എ കോബ്ര, സോ ബിഗ്. അതുകൊണ്ടാണ് ബോണി പോകാഞ്ഞത്. അപ്പോൾ ഓണറിന് മനസ്സിലായി, എൻ്റെ ബോണി പോകാത്തത് ഈ കോബ്ര ഇവിടെ കിടക്കുന്നുണ്ടാണെന്ന്. അദ്ദേഹം പോയിട്ട് വലിയൊരു കമ്പെടുത്തുകൊണ്ട് വന്നിട്ട് അവനെ അടിക്കാനായിട്ട് പൊക്കുമ്പോഴാണ്, ഒരടി കൊടുത്തപ്പം ഒന്നും അനങ്ങുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഈ പാമ്പ് ചത്തതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ചത്ത പാമ്പിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വിഷമിച്ച് നിൽക്കുന്നത്. അവൻ കാൽവറിലെ ക്രൂശിൽ നമുക്ക് ജയോത്സവം തന്നവനാണ്. ഹല്ലേലൂയ. നമ്മളെ ജയാളിയാക്കിയവനാണ്. അവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ആ ക്രിസ്തുവാണ് നമ്മളെ വിടുവിച്ചതെങ്കിൽ, അവനിലാണ് നമ്മൾ പുതിയ സൃഷ്ടിയായതെങ്കിൽ, അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറിയയും മാർത്തയും നോക്കുമ്പോൾ മാർത്ത പലതിനെയും ചൊല്ലി വിലപിച്ചിരിക്കുകയാണ്. എന്നാൽ മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. അവളെ പറ്റി എന്താ പറയുന്നത്? അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു എന്നാണ്. പലപ്പോഴും നമ്മൾ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കെപ്പോഴും കർത്താവേ നല്ലത് തരണേ എന്ന്. പക്ഷേ നിന്റെ നെക്സ്റ്റ് ലെവൽ ഇതുപോലുള്ള ഭയങ്ങൾ, ഇതുപോലുള്ള സ്റ്റിൽനെസ്, ഇതുപോലുള്ള വീക്ക്നെസ്, ഇതുപോലെയുള്ള മാരകമായ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കർത്താവിന് കാണാൻ പറ്റും. കർത്താവ് പറയും, നീ എഴുന്നേക്ക്, നീ എറൈസ് ആൻഡ് ഷൈൻ. നീ ഉറങ്ങിക്കിടക്കുകയാണോ? നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്, നീ വചനം ധ്യാനിക്ക്, നീ വചനം കാണാതെ പഠിക്ക്. ആത്മാവ് ജീവനുമാകുന്ന വചനം നിന്നിലൂടെ ക്രിയേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. നമ്മളെപ്പോഴും ഹൗവയുടെ കണക്കാണ്. ഹൗവ എന്താണ്? നെഗറ്റീവാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അയ്യോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. റാണി സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു ദിവസത്തിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ആരും ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യും. ഐ നെവർ റിപ്ലൈ ടു എനി ക്വസ്റ്റ്യൻസ് അൺവാണ്ടഡ്. കാരണം എന്നിൽ വ്യാപരിക്കുന്നത് വിവേചനത്തിൻ്റെ ആത്മാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആത്മാവ്, വി നീഡ് ദ വിസ്ഡം. ശലോമോൻ ഉണ്ടായിരുന്ന വിസ്ഡം. 2 സഹോദരിമാർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവന് ഗ്രേറ്റ് വിസ്ഡം ഉണ്ടായിരുന്നു. കാരണം അവരെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. എല്ലാത്തിനേക്കാളും അവൻ്റെ മേൽ വ്യാപരിച്ച ആ ജ്ഞാനത്തെ കണ്ടിട്ട് അവർ ഭയപ്പെട്ടു എന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. 1 രാജാക്കന്മാർ 3:28. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അവൻ്റെ ഉള്ളത്തിൽ ആ ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടായിരുന്നത് കൊണ്ട് ശത്രുക്കൾ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ വലിയ ക്ലേശം തൻ്റെ ജീവിതത്തിൽ 1 ശമൂവേൽ 30:6 പറയുന്നു, വലിയ ക്ലേശം കയറി വന്നപ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നറിയുമോ? ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെയാണ് ഭയക്കുന്നത് ഇന്ന്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഹല്ലേലൂയ. ഫേബ സിസ്റ്റർ, കൊച്ചുമോൾ സിസ്റ്റർ, ഹല്ലേലൂയ, സുബി സിസ്റ്റർ, നിഷ സിസ്റ്റർ, മീനു, ഹല്ലേലൂയ, രാജി സിസ്റ്റർ, നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ പ്രിയ പൈതലാണെങ്കിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ നിലവിളിക്കണം. ഹല്ലേലൂയ.
സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം, വചനം ധ്യാനിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടുകൂടെ വെയിറ്റ് ചെയ്യണം. യെശയ്യാവിന്റെ പുസ്തകം 40:31 പറയുന്നു, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. ആ ശക്തിയെ പുതുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗോശാലയിൽ കന്നുകാലികളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ വിചാരിച്ചതുപോലെ യോബിന്റെ ഭാര്യ വിട്ടുപോയതുപോലെ സകലരും വിട്ടുപോകും. ഭാര്യയും ഭർത്താവും ചേച്ചിമാരും അന്ന് വരെ ഉണ്ടായിരുന്ന കൂട്ടുകാരും എല്ലാവരും നമ്മളെ വിട്ടുപോകാൻ ഇടയാകും. നീ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ നിനക്കൊരു ജ്ഞാനമുണ്ട്. എന്നെ വിളിച്ചവൻ ആരാണ്? എനിക്ക് ദർശനം തന്നവൻ ആരാണ്? ആമേ മോളെ, ആമേ അനുമോളെ, ദൈവം നിനക്ക് ദർശനം തന്നെങ്കിൽ നീ വെയിറ്റ് ചെയ്യേ. ഹല്ലേലൂയ. ആമേ, യു വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. ആമേ, അത്യുന്നതന്റെ ശക്തി മറിയുടെ മേൽ വന്നപ്പോൾ ആമേ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ആമേൻ, ഇമ്മാനുവൽ നിന്റെ ഉദരത്തിലൂടെ വരും. ഹല്ലേലൂയ. ലോകത്തിന്റെ രക്ഷിതാവാണ്. ഇന്ന് നമുക്കൊക്കെ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ഇന്നു മുതൽ സഹോദരിമാരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ എല്ലാവരോടും, ആമേ, ജീസസ് ഇസ് ഗോഡ് എന്ന ചാനലിലുള്ളവരെയും എല്ലാവരോടും പറയാണ്, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങണം വചനം വെച്ചിട്ട്. നിങ്ങളുടെ പ്രശ്നത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ച് സ്റ്റില്ലാവാതെ ആ പ്രശ്നം മാറുന്നതുവരെ ഞാൻ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തീരുമാനമെടുത്തി അവൻ വിട്ടോടും. ആമേ, റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. ആമേ, ആ സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഐ ആം ദ ലിവിംഗ് വിറ്റ്നസ്. ഹല്ലേലൂയ. ആമേൻ. നെവർ നെവർ ഷേക്കൻ. ദൈവം നമ്മളെ ഒരിക്കലും, എന്താണ് വചനം പറഞ്ഞത്? തൻ്റെ നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോവാൻ അവൻ അനുവദിക്കുകയില്ല. വരും, കഷ്ടം വരും, പ്രയാസം വരും, ലോൺലിനെസ് വരും. ആമേ, പ്രത്യാശയില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ നീ കടന്നു പോകും. നിനക്ക് ബൈബിള് പോലും വായിക്കാതിരുന്ന 3 മാസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഓരോ ജേർണിയിലൂടെ എന്നെ കടത്തി വിടുമ്പോൾ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ നീ ഉണ്ടോ? അല്ല, ആ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും മേജർ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാൻ പലപ്പോഴും പറയും, കർത്താവേ, യു ആർ നോട്ട് എക്സിസ്റ്റിംഗ്. നീ ജീവിക്കുന്നത് ദൈവമല്ല, അല്ലെങ്കിൽ നീ എന്നെ ഇത്രയും കഷ്ടത്തിലൂടെ കടത്തിവിടുമോ? എന്തിനീ നാണക്കേട്, എന്തിനീ ജീവിതം, എന്തിനീ പരിഹാസം, എന്തിനീ ഒറ്റപ്പെടല്? ഹല്ലേലൂയ. പക്ഷെ ഓരോ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ ഐ ക്യാൻ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേ, അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് സങ്കീർത്തനം 23 ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഡെത്ത് ഐ വിൽ നോട്ട് ഫിയർ എനി ഈവിൽ. ഹല്ലേലൂയ. ആമേ, ഞാൻ കൂരൊരു താഴ്വരയിൽ കൂടി നടന്നാലും, 23 സങ്കീർത്തനം 4 വാക്യം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. ആമേ, ഞാൻ കൂരൊരു താഴ്വരയുടെ അനുഭവത്തിലൂടെ, ദാവീദ് പോയതൊരു കൂരിൽ നമ്മൾ പോയിട്ടില്ല. ഹല്ലേലൂയ. കൂരൊരു താഴ്വരയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ നീ വിളിച്ചു, ഞാനൊരു അനർത്ഥവും ഭയപ്പെടും. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ 10 പ്രാവശ്യം. ആമേൻ, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഗോഡ് വിൽ ഓപ്പൺ എ ന്യൂ വേ ഫോർ യു. നിനക്ക് തോന്നും അവിടെ ഒരു വഴിയില്ല എന്ന്. മറിയ കല്ലുരുട്ടി മാറ്റുന്ന വെച്ചാൽ ആ സംഭവം നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ആമേ ദൈവമകളെ, പ്രിയമകളെ, നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എല്ലാ കൃപകളും അവൻ്റെതായ അധികാരവും നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നീ കൽപ്പിക്കുമ്പോൾ അത് മാറിപ്പോകും. ഒന്ന് ചെയ്തു നോക്കിയേ. മർക്കോസ് സുവിശേഷം 16 എന്താണ് പറയുന്നത്? വിശ്വസിക്കുന്നവരാൾ ഇവയൊക്കെയും സംഭവിക്കും. നമ്മൾ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം സഹോദരിമാരെ. യെസ്, ഞാൻ പ്രാർത്ഥിക്കും. 49 പേർക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലും നടന്നില്ലയോ? ഞാൻ എന്നാലും പ്രാർത്ഥിക്കും. റാണി സിസ്റ്റർ അങ്ങനെയാണ്. വിടുതൽ നടന്നാലും നടന്നില്ലെങ്കിലും നെവർ മൈൻഡ്, കളിയാക്കട്ടെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. 13-14 വർഷമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരിക്കലും ഞാൻ താഴേക്കല്ല. എൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുമ്പോൾ ദൈവം ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. നെവർ ഗീവ് അപ്പ് സഹോദരിമാരെ. ഹല്ലേലൂയ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത്, സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എന്തിൻ്റെയൊക്കെയാണ്? ഹല്ലേലൂയ. സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കും? നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. നിങ്ങളുടെ ഉള്ളത്തിൽ ശക്തിയുടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടോ? ഞാനൊരു ബോൺ അഗെയിൻ ആണ്. വിശ്വാസ സ്നാനമെടുത്ത വ്യക്തിയാണ്. ഞാനൊരു ബോൺ അഗെയിൻ ആണ്. ഞാൻ വിശ്വാസ സ്നാനമെടുത്ത വ്യക്തിയാണ്. മർക്കോസ് സുവിശേഷം 16 അധ്യായത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പ്രകാരത്തിൽ വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്ത എല്ലാ ദൈവ പൈതലും ഇപ്പോൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ നിങ്ങൾ അക്നോളജ് ചെയ്യണം. ഹല്ലേലൂയ. ആ ദൈവശക്തി നിങ്ങൾ അക്നോളജ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു എന്തൊക്കെ പാക്കേജാണുള്ളത്? അത് പ്രകാശമാണ്. നമ്മുടെ ഉള്ളത്തിൽ ഏത് ഡാർക്ക്നെസ് ആകട്ടെ, ഗിൽറ്റി കോൺഷ്യസ് ആകട്ടെ, ഭയമാകട്ടെ, ദുർഘടമാകട്ടെ, നെഗറ്റീവ് ആകട്ടെ, എല്ലാത്തിനെയും നിർവീര്യമാക്കും.
ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ഓരോരുത്തരും എവിടെയെങ്കിലും സ്റ്റിൽനെസ് ഫീൽ ചെയ്യാന്ന് വെച്ചോ, എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, കുറച്ച് എന്തൊക്കെയോ ഹൃദയത്തിൻ്റെ അകത്ത് വേദന, നിരാശ, പരാജയമാണ് ഹൃദയത്തിലെങ്കിൽ വി ഹാവ് സം പ്രോബ്ലം. എന്ത് പ്രോബ്ലമാണ്? നമ്മൾ എഴുന്നേൽക്കുന്നില്ല. നീ എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകുമെന്നാണ്. ഹാലലുയ. ഞാമേ 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഹാലലുയ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹാലലുയ. നീ അത് തന്നെ ക്ലെയിം ചെയ്യ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പറഞ്ഞ വാക്യത്തിനകത്ത് നമ്മുടെ അണ്ടർലൈൻ ചെയ്യണം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ്. ഒന്നും ചെയ്യാതെ നമ്മൾ അവിടെ ഇരുന്നിട്ട് പത്രോസ് പാസ്റ്ററെ ഞാൻ വിളിച്ചായിരുന്നു, സീമ സിസ്റ്ററിനെ ഞാൻ വിളിച്ചായിരുന്നു, എന്നിട്ടൊന്നും ഇവരൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നെ മോളി സിസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോളി സിസ്റ്റർ കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്പിളി സിസ്റ്ററിനെ ഒന്ന് വിളിച്ചിട്ട്, അമ്പിളി സിസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച പള്ളി ചെന്നിട്ട് പാസ്റ്ററിനോട് പറയും, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ഇച്ചിരി വിടുതലുണ്ടായിരുന്നു, ഇച്ചിരി കൂടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്ററെ പകുതി അങ്ങ് മുറിയും, പിന്നെ അടുത്ത ആഴ്ച ഞാൻ വായിക്കും 3/4 മുറിയും, പിന്നെ 4-ാമത്തെ ആഴ്ച മുഴുവനും മുറിയും എന്ന് പറയും. കർത്താവും അപ്പം മേളിൽ നിന്ന് വേറൊരാളോട് നോക്കുന്നുണ്ടല്ലോ. കാരണം 24 മണിക്കൂർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേവൻ പറയും മുറിച്ചോ കുഴപ്പമൊന്നുമില്ല, പിന്നെ അടുത്ത ആഴ്ച ഞാൻ വേറൊരെണ്ണം തരാം അത് മുറിഞ്ഞു കഴിയുമ്പോൾ. കാരണം എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ എലിയുടെ കണക്ക് നിന്റെ ഹൃദയത്തിലുള്ള പ്രശ്നം സോൾവ് ആകണമെങ്കിൽ നീ എഴുന്നേൽക്കണം. Arise and shine, the light has come upon you. Arise and shine, the light has come upon you. ആമേൻ. വിശ്വസിക്ക്. അവന്റെ ശക്തി, അവന്റെ കൃപ, അവന്റെ മഹിമ, അവന്റെ ഗ്ലോറി എൻ്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും തളർന്നു പോകുകയില്ല. ഹല്ലേലൂയ. ഒരിക്കലും നിലംപരിചാകില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനോ ലിൻഡ സിസ്റ്ററെ, ഹല്ലേലൂയ, സുജ സിസ്റ്ററെ, റീബ, വേ ഓഫ് ലൈഫ്, ജിൻസി സിസ്റ്റർ, റേച്ചൽ, ലിസിമോളെ, കൊച്ചുമോളെ, ഹല്ലേലൂയ, മീനു, സിൽവാനോ, റജി സിസ്റ്റർ, മഞ്ജു, ദീപ, ആനു, എല്ലാവരോടും പറയണോ, ഞാനോ ലോകാവസാനത്തോളം രമേശ് സിസ്റ്ററെ നിന്നോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം നിന്നെ കൂടെയുണ്ട്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ആത്മാവിനെ ഞാൻ തന്നിട്ടില്ല. ഞാൻ തന്നത് ശക്തിയുടെ ആത്മാവിനെയാണ്, സുബോധത്തിന്റെ ആത്മാവിനെയാണ്, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ്. ഈ സ്നേഹവും ഈ സുബോധവും ഈ ശക്തിയുടെയും അല്ലാത്ത എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതിനെ നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അതിനോട് നിങ്ങൾ കമാൻഡ് ചെയ്യണം. ഇന്ന് രാത്രികാലത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, കൂട്ടാളിയുടെ വിഷയമായിക്കോട്ടെ, ഹല്ലേലൂയ, അത് സംഭവിച്ചില്ലയോ, നിന്റെ ജോലി നീ പ്രവചിക്കണം. വിശ്വാസത്തിൽ വിശ്വസിക്കുന്നതോറും വ്യാപരിക്കുന്ന അവന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ നീ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് എന്നോട് ഒരു വിഷൻ കാണിച്ചതാണ്. ചർച്ചിലിരിക്കുന്ന സമയത്ത് അനേക സഹോദരിമാർ 50 പേരുള്ള ഒരു ചർച്ചിൽ കർത്താവ് കാണിക്കുകയാണ്. 49 പേരും ഉറങ്ങിയിരിക്കുന്ന കുഞ്ഞിനെ പോലെ ഇരിക്കുന്നതായിട്ട്. ഭയങ്കര ആരാധന നടക്കുകയാണ് ചർച്ചിൽ. ഹല്ലേലൂയ. ഭയങ്കരമായ ആരാധന നടക്കുന്ന സമയത്ത് 49 പേരും ഉറങ്ങിക്കിടക്കുന്ന ശിശുവിനെ പോലെ ഇങ്ങനെ പാലും കുടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എനിക്കത് മനസ്സിലായില്ല. ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടെന്ന്. അപ്പോൾ കർത്താവ് പറയാണ്, ഹല്ലേലൂയ, ദേ ആർ നോട്ട് ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്, ദേ ആർ ഗ്രോയിങ് ഇൻ ദ വേൾഡ്. ഹല്ലേലൂയ. അവർ ലോകത്തിൽ വലിയവരായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്നിൽ അവർ ആരും വളരുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ എന്നിൽ വളരുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഹല്ലേലൂയ. നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് സ്വർഗരാജ്യത്തിലേക്ക് കടക്കണം. ഇത് ഇടുക്ക് വഴിയുടെ ജേർണിയാണ്. ഇടുക്ക് വഴിയിലൂടെ ആരും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗ്രേറ്റ് ഡെസ്റ്റിനേഷൻ. എൻ്റെ മോൻ അതാകണം, എൻ്റെ മോൾ ഇതാകണം, എൻ്റെ മകൻ അതാകണം. ബട്ട് സെമിട്രി വരെയുള്ളൂ. ഇതെല്ലാം ഒന്ന് ഓർത്തോണം. ഇത് കഴിയുമ്പോൾ ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങളെല്ലാവരും ലൂക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വന്നാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം എടുത്താൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കും. സോദര, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മളെല്ലാവർക്കും പരിചയമുള്ള സക്കായി എന്ന ഒരു മനുഷ്യനെ അവിടെ കാണാം. ആമേൻ. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശു എങ്ങനെയുള്ളവന് അങ്ങനെ യേശു എന്ന് പറയുന്ന ഒരു യേശു ഇവിടെ ഈ സ്ഥലത്ത് വരുന്നുണ്ടെന്ന് സക്കായി കേൾവി കിട്ടിയപ്പോൾ നോക്കിക്കോണേ, എവിടുന്നാണ് വിശ്വാസം വരുന്നത്? നമ്മളത് ഇത് കേട്ടോണം. കേൾവി, ക്രിസ്തുവിൻ്റെ വചനത്താൽ കേൾവിയിലൂടെയാണ് വിശ്വാസം വരുന്നത്. ആമേൻ. സക്കായിക്ക് വിശ്വാസം തോന്നി, ഈ യേശു എന്തോ ഒരു സംതിങ് ആണ്. കാരണം എല്ലാവരും കാണാൻ പോകുന്നത്. ഞാനോടൊന്ന് പോകാൻ പറഞ്ഞ് ഒളിച്ചിരിക്കാൻ പോയതാ വ്യക്തി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒളിച്ചിരുന്ന് മരത്തിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ അവൻ എന്ത് ചെയ്യുമോ, ഒന്ന് കാണുവാനായിട്ട് ശ്രമിച്ചു എന്ന് 1-ാം വാക്യം 3-ാം വാക്യത്തിൽ പറയാണ്, അവനൊന്ന് ശ്രമിച്ചു. അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ 4-ാം വാക്യത്തിൽ പറയാണ്, അവൻ മുമ്പോട്ട് ഓടിയെന്ന്. സക്കായി മുമ്പോട്ട് ഓടുകയാണ്.
അവൻ ശ്രമിച്ചു, അവൻ മുമ്പോട്ട് ഓടി. എന്നിട്ട് അവൻ എന്ത് ചെയ്തറിയുമോ? അവൻ കയറി കാട്ടത്തിമേൽ അവൻ കയറി. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, യേശു 4-ാം വാക്യത്തിൽ ആ വഴിയായി വരികയായിരുന്നു. അവൻ എന്തൊക്കെ ചെയ്തു? അവൻ ശ്രമിച്ചു, അവൻ മുമ്പോട്ട് ഓടി, അവൻ കാട്ടത്തിമേൽ കയറി. ആ എഫേർട്ടിനെ കർത്താവ് കണ്ടു. പലരോടും വ്യക്തിപരമായ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നീ ചെയ്ത ചെറിയ എഫേർട്ടായിരിക്കാം, നിനക്ക് പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ യു ആർ സംതിങ് യു വാണ്ട് ടു ഡു. നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, നീ ചിലപ്പോൾ വീട്ടിനകത്തിരുന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, ആരും നിന്നെ കാണുന്നില്ലായിരിക്കും. പക്ഷെ കർത്താവ് എന്ന് പറയാണ്, കർത്താവ് മേലോട്ടൊന്ന് നോക്കി. ഹല്ലേലൂയ. മേലോട്ട് നോക്കിയപ്പോൾ എൻ്റെ പ്രിയ സഹോദരിമാരെ കാണുകയാണ്. ഹല്ലേലൂയ. സക്കായിയെ കർത്താവ് കണ്ടു. സക്കായിയോട് ചോദിക്കാണ്, നീ ഇറങ്ങി വാ. ആമേൻ. നീ ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഇന്ന് ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. നോക്കിക്കേ, അങ്ങനെ ബന്ധപ്പെട്ട് സക്കായി താഴേക്ക് ഇറങ്ങി വന്നിട്ട് 7-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് അവരെല്ലാവരും പിറുപിറുത്തു, കണ്ടവരല്ല. നോക്കിക്കേ, കാണാൻ വന്നു നിന്ന ജനം മുഴുവനും അവരോടൊന്നും യേശു സംസാരിച്ചില്ല. ആരോടാ അവൻ സംസാരിച്ചത്? ഒന്ന് ശ്രമിച്ച് ഇതിലൊന്നും ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കാതെ ചുമ്മാതൊന്നും നോക്കാൻ വന്ന് നിന്ന സക്കായിയാണ് കർത്താവ് നോക്കിയത്. അപ്പോൾ ആർക്ക് കുശുമ്പായി? ഈ ജനത്തിന് കുശുമ്പായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ കൂട്ടത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ടിരിക്കുന്നതായിരിക്കും. 10 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, 10 പേര് എങ്ങനെയായിരിക്കും. ബട്ട് നമ്മൾ അതിനേക്കാൾ എല്ലാവരെക്കാട്ടിലും ഒന്ന് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുന്ന കാണുമ്പോഴേ ഈ ജനത്തിനൊരു വിറുവിറുപ്പുണ്ടാകും. അത് നമ്മുടെ വീട്ടിലുണ്ടാവും, പുറത്തുണ്ടാകും, അകത്തുണ്ടാകും, എങ്ങനെ ആയിക്കോട്ടെ. ബാക്കി മുന്നോട്ടുള്ള വാക്യത്തിൽ വരുന്നു, എൻ്റെ ആ സക്കായിലുണ്ടാവുന്നൊരു മാനസാന്തരം, ആ കർത്താവിൻ്റെ ആ പ്രകാശം വന്നപ്പോൾ ഇരുട്ട് പോകുന്നോ നോക്കിക്കേ. ആ ഇരുട്ടിൻ്റെ വ്യാപാരം അവനിൽ നിന്ന് പോകുന്നോ നോക്കിക്കേ. എൻ്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. യേശു ഇതൊന്നും പറഞ്ഞില്ല, അവൻ സ്വയമായിട്ട് പറയാണ്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു രൂപാന്തരം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഹൃദയത്തിൻ്റെ അകത്ത് രൂപാന്തരം പ്രാപിച്ചപ്പോൾ യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവമക്കളെ, എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിച്ചെന്നറിയാമോ? കർത്താവ് ആഗ്രഹിച്ചത് ഈ ലോകപ്രകാരം ഓടുന്നവരെയൊന്നുമല്ല. ഹല്ലേലൂയ. രോഗിക്കാണ് വൈദ്യനെ ആവശ്യം. കർത്താവ് വന്നത് പാപികളെ തേടിയാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് പാപിയാണ്, ഞാൻ ശൂന്യമാണ്, ഞാൻ ഒന്നുമില്ല, കർത്താവേ ഞാനൊരു യോഗ്യതയുമില്ല, ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയി, കർത്താവ് ഇതും പറയാണ്, നീ കർത്താവിൻ്റെ അടുക്കിലേക്ക് വാ. അവൻ്റെ രക്തം നിന്റെ സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണം പാപിച്ച് നീ ദൈവ പൈതലായി കഴിയുമ്പോൾ നിനക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നീ അതിൽ നിന്നു കൊടുക്കരുത്. ഹല്ലേലൂയ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. റാണി സിസ്റ്റർ ഹാസ് ഗോൺ ത്രൂ ദാറ്റ്. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് എന്തെല്ലാം വേദനകൾ കുടുംബത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് പൊങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ചിലർക്കൊക്കെ അറിയാം, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ്, 1 മാസം മുമ്പ്, വല്ലാതൊരു വേദനയിലൂടെ ഞാൻ 3 ദിവസം കടന്നു പോകാൻ ഇടയായി. കർത്താവിനോട് ഹൃദയത്തിൽ വ്യക്തിപരമായി സംസാരിച്ചു. അതിൻ്റെ അകത്തും ഐ ഹാവ് എ പ്ലാൻ അബൌട്ട് യു. അതിൻ്റെ അകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പദ്ധതിയെക്കുറിച്ച്, ഹല്ലേലൂയ, അതെൻ്റെ മേൽ അവൻ പകർന്നപ്പോഴേ ഒരു സ്റ്റെപ്പ് കൂടെ കർത്താവ് എന്നെ കയറ്റുവാനിടയായി. ഓരോ ട്രയൽസും ടെംപ്റ്റേഷനും വേദനയും പരാജയത്തിലൂടെ ഞാൻ പോകുമ്പോഴേ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ നൗ എന്താണ് കർത്താവേ, ഇനി എന്താണ് കർത്താവേ, ഇനി എന്താണ് കർത്താവേ. ചില സമയത്ത് ഞാൻ പുഞ്ചിരിക്കും ഭാവിയെ ഓർത്തിട്ട്, ചില സമയത്ത് ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും, ചില സമയത്ത് ഞാൻ ആ സമയത്ത് വേദനയോട് ഇരിക്കുമ്പോഴായിരിക്കും ഒരു സഹോദരി എന്നെ വിളിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിഷയം ഈ സൈഡിൽ കൂടെ അങ്ങ് പോകും. ഹല്ലേലൂയ. റൈസ് ആൻഡ് ഷൈൻ. അവർ നിലവിളിച്ചു, യഹോവയോട് നിലവിളിച്ചു, സകല ഭയത്തിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു. ദൈവം ശക്തനാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ മൈ ലോർഡ്. ഹല്ലേലൂയ. ഭയക്കരുത്. ഒരിക്കൽ ഒരു വ്യക്തി, ബാംഗ്ലൂരിൽ ഞാൻ ആയിരുന്നപ്പോഴേ, ഒരു ഡ്രഗ് അഡിക്റ്റായ ഒരു പയ്യൻ എന്നെ കുത്തുവാനായി ഭയങ്കരമായ 1 മണിക്കൂറായിട്ട് ആ ചെറുക്കൻ അവിടുന്ന് പോകത്തില്ല. എനിക്ക് അവിടുന്ന് പോയി കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ചെറിയ മോൻ ഫസ്റ്റ് ഫ്ലോറിൽ റൂം തുറന്നിട്ടിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കയറി അവിടുന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ മേളിൽ കയറി പോകേണ്ട ആളാണ്. എന്തിനോ ഒന്നിന് ഞാൻ താഴെ വന്നതാണ്. ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ തിരിച്ചു പോയാൽ അവൻ അറിയും ഞാൻ ഈ വീട്ടിലെ ആണെന്ന്. നാളെ എനിക്ക് അവൻ എൻ്റെ ഈ താഴത്തെ വീട്ടിൽ നിന്ന് പിന്നെ പോവില്ല. ഞാൻ പോയില്ലെങ്കിൽ, പുറത്തോട്ട് പോയാൽ ഇവൻ എനിക്ക് പേടി, കുഞ്ഞവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്.
എങ്ങനെയായാലും എനിക്ക് പോകാൻ പറ്റില്ല. ഫൈനലി സംഭവിച്ചത്, അവൻ എന്നെ കുത്തുവാനായി. അവൻ ഡ്രഗ് അഡിക്റ്റാണ്, അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ പറഞ്ഞ അല്ലെങ്കിൽ നിൻ്റെ മൊബൈൽ താടിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ മൊബൈൽ കാണാതെ പോയി, നിൻ്റെ മൊബൈൽ എനിക്ക് ചുമ്മാ അൺവാണ്ടഡ് വഴക്ക് അവിടെ നിൽക്കുകയാണ്. അവസാനം ഞാൻ ഗെറ്റ് ലോസ്റ്റ് മെൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്നെ ഇംഗ്ലീഷ് തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വരികയാണ്. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ്. ഇങ്ങനെ വരുന്ന സമയത്ത് അവൻ പോക്കറ്റിൽ കൈയിട്ടു, അവൻ്റെ കൈ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ മൂത്ത മോനും ഞാനും സ്റ്റില്ലായിപ്പോയി. 10 വയസ്സുള്ള മോനും ഞാനും ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. ഞാൻ ഇടത്തുവശത്തും വലത്തുവശത്തും നോക്കുമ്പോഴേ ഹല്ലേലൂയ ആ ദേശത്തുള്ളവരെല്ലാം എനിക്ക് എഗെയിൻസ്റ്റ് ആണ്. സുവിശേഷം അറിയിക്കുന്നത് കൊണ്ടും ഞാൻ ഈ മനോരമയുടെ സ്റ്റോറിയും പൊട്ടച്ചൊല്ലും പളിവാക്കും ഒന്നും പറയാൻ ഏറിയ നിൽക്കാത്തതുകൊണ്ട് എന്നോട് പുതിയതായിട്ട് വന്നതായതുകൊണ്ട് അവിടെ ഈ സീനിയോറിറ്റിയുടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ. ഇവളെന്താണ് ഇങ്ങനൊരു സംഭവം, ഇവളെന്താണ് ഇങ്ങനെ നടക്കുന്നത്, ഇവളെന്താണ് ഇങ്ങനെ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം അവിടെ എൽ ശദായി ഇറങ്ങി. ഹല്ലേലൂയ. അവന് പോക്കറ്റിൽ നിന്ന് കൈയെടുക്കാൻ പറ്റിയില്ല. നമ്മൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. പല സംഭവങ്ങളിൽ പല സിറ്റുവേഷനിൽ മുഖാമുഖമായി അവനെ അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈവൻ ദോ വി വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഡെത്ത് വി വിൽ നോട്ട് ഫിയർ എനി ഈവിൽ എന്ന് ഇന്ന് മുകളിൽ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും. ഈവൻ ദോ ദൈവമക്കളെ എഴുന്നേറ്റ് നിങ്ങൾ പ്രകാശിക്കണം, നിങ്ങൾ ഇരിക്കരുത്. വരും ദിവസങ്ങൾ മാരകമായ രോഗങ്ങൾ, ക്ഷാമങ്ങൾ, ദുർമരണങ്ങൾ, ഭയാനകമായ സംതിങ് നടക്കും. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഇന്ന് UAE നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഒരു മനുഷ്യന് വിസ കാർഡ് കയ്യിൽ വെക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും വിസ കാർഡിൽ നിന്ന് അവർ പോലും അറിയാതെ പൈസകൾ വിഡ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പോയപ്പോഴും ഹല്ലേലൂയ പ്രിയ ആരാണെന്ന് പറയുന്നില്ല, വല്ലാത്ത വേദനയിലിരിക്കുന്നു. വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് പോയി. ബാങ്കുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. UAEയിലുള്ള മാക്സിമം വിസ കാർഡുകളിൽ നിന്നും ആരോ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണെന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. ആരെവിടെ പോകും? പോലീസ് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് 30 ദിവസം കഴിഞ്ഞ് വരാനാണ്. അത്രയും ദിവസം ഇവർക്ക് ഉറക്കമില്ല, ഭക്ഷണമില്ല. ഹല്ലേലൂയ. സീ ദ പാനിക് സിറ്റുവേഷൻ ഈസ് കമ്മിങ്. ഹല്ലേലൂയ. ഇവിടെ മഹാമാരി, ഡെങ്കു ഫീവർ ഇന്ന് വരെ UAEയിലുണ്ട്. ഡെങ്കു ഫീവർ. ഹല്ലേലൂയ. പലവിധമായ ഭയത്തിലൂടെ ജനം കടന്നു പോവുകയാണ്. ഇന്ന് എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് മനുഷ്യന് അയക്കാൻ പറ്റുന്നില്ല. മ്ലേച്ഛതയുടെ വാതിലുകൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഒരമ്മ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ നീ ലോകം വിട്ടു പോയാലും നിന്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഭയം. നീ ചിലപ്പോൾ കാണുന്നില്ല കുഞ്ഞിനെ, വിടുതൽ കാണുന്നില്ല, പക്ഷെ നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. ചിലപ്പോൾ ജോലിക്കാരിലൂടെ ആയിരിക്കും ദൈവം അവരോട് ഇടപെടുന്നത്, നീ പ്രാർത്ഥിക്കുന്നവരോട്. ചിലപ്പോൾ വഴിയിലൂടെ പോകുന്ന ഒരു സൈക്കിളുകാരനായിരിക്കും അവനോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. ഞാൻ അനുഭവസ്ഥ പറയുകയാണ്. ചിലപ്പോൾ ജാതിയായ ഡോക്ടറിലൂടെ ആയിരിക്കും അവരോട് ഇടപെടുന്നത്. നെവർ ജഡ്ജ് യുവർ ഗോഡ്. ഹല്ലേലൂയ. ഹീ ഈസ് ഇൻ കൺട്രോൾ. സകലത്തിലും വിടിവിക്കുവാൻ ശക്തനായവനാണ് നിന്റെ ദൈവം. നമ്മുടെ ദൈവം അവൻ വീരനാം ദൈവം. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം. അവൻ ലോകത്തിന് വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 1 പറയുന്നു, ഉയരത്തിൽ നിന്നും പ്രകാശം വന്നുകൊണ്ടേയിരുന്നു, അന്ധകാരമോ അതിനെ കീഴടക്കിയതുമില്ല. ഇന്ന് എത്ര പേര് പറയുന്നു, ഞാൻ വേദനയിലാണ്, ഞാൻ നിരാശയിലാണ് സിസ്റ്ററെ, ഞാൻ പ്രശ്നത്തിലാണ്, ഞാനൊരു വല്ലാത്ത ശോധനയില്ല സിസ്റ്ററിനെ. എന്തൊക്കെ പറഞ്ഞാലും സിസ്റ്ററിന് അത് ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല സിസ്റ്ററെ. എന്നാലും സിസ്റ്ററെ എന്ന് പറയുമ്പോഴേ ഹല്ലേലൂയ ഞാൻ പറയുകയാണ്, ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോൾ ആരും എന്നെ കേൾക്കാൻ നിന്നില്ല. കാരണം എന്തെന്നറിയാമോ? എൻ്റെ കർത്താവ് അത് കേൾക്കുവാൻ ആഗ്രഹിച്ചു. ഹീസ് എ ജലസ് ഗോഡ്. സംടൈം നമ്മളെ ഒറ്റയ്ക്കാക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നറിയാമോ? അവന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കാനുള്ളതുകൊണ്ട്. അവൻ ആത്മാവിൻ്റെ പിതാവ്. ഒരുവനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവനെ ഒറ്റയ്ക്കാക്കും. അവൻ ആശ്രയിക്കുന്നതിന് എല്ലായിടത്തും മാറ്റും. കഴുകൻ കൂടിളക്കുന്നത് പോലെ കൂടിളക്കി. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ബാക്കിയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. കുറ്റം വിധിക്കും, പഴിചാരും, നീ ശരിയല്ലെന്ന് പറയും, പക്ഷെ നിന്റെ രക്ഷയെക്കുറിച്ച് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എന്ത് കാണുന്നറിയാമോ? ഒരു സമയത്ത് വല്ലാത്തൊരു ശോധനയിലൂടെ ഞാൻ കടന്നുപോയപ്പോഴേ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒറ്റയ്ക്ക് വീട്ടിൽ എല്ലാ സ്റ്റോറിയും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഓരോ ജേർണിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴേ ഒരു ദർശനം, ഒരു എൻകൗണ്ടർ, ഒരു ദൈവസ്നേഹം, ഒരു ആഴത്തിൽ. കാരണം ഞാൻ ആശ്രയിക്കുന്ന ആരില്ലെന്ന് കർത്താവിനെ വീണ്ടും അഭ്യസിച്ച് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ അത് നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല.
ആമേ, കഷ്ടതയിലും പ്രശംസിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. കഷ്ടം പെരുകും തോറും ഒരു വല്ലാത്ത ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വെച്ച് നീ പാനിക് ആകരുത്. കാരണം നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിനക്ക് ആത്മാവിൻ്റെ ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നെവർ നെവർ ഗിവ് അപ്പ്. മക്കൾ നിങ്ങളെ മറന്നുപോയേക്കാം, അമ്മ നിങ്ങളെ മറന്നുപോയേക്കാം, ഹസ്ബൻഡ് നിങ്ങളെ മറന്നേക്കാം. എൻ്റെ സിസ്റ്ററെ, ഇപ്പം അങ്ങാർക്ക് വേറൊരു ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങാർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് എന്നോട് മിണ്ടുമ്പോൾ എന്നോട് സംസാരിക്കുന്നേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ പല അവസ്ഥകൾ ഇതിൽ വന്നപ്പോഴേ ഹല്ലേലൂയ ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ പറയണം, ഇതുപോലെയല്ല ഞാനും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടൊന്ന് വന്നേ, നീ യേശുവിനോട് എന്നോടൊന്ന് സംസാരിക്കുന്നേ, എന്നെ ഒന്ന് സ്നേഹിക്കുന്നേ. ഹല്ലേലൂയ. ഐ ആം ദ ജലസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം. കർത്താവ് പറയണേ, ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ അവിടെ വിവാഹമില്ല, അവിടെ കുടുംബമില്ല. ആമേ, അവിടെ എന്നേക്കും നമ്മൾ മക്കളായി ജീവിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. വല്ലപ്പോഴുമൊക്കെ വെളിപ്പാട് പുസ്തകം 21, 22 ഒക്കെ നമ്മൾ വായിക്കണം. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. ഞാൻ പോയി ഒരു ഭവനമുണ്ടാക്കി ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആരുമല്ല. നമ്മുടെ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തിട്ട് പോകാം, അമ്മ വേണമെങ്കിൽ മകളെ ഇനി വേണ്ടെന്ന് പറയാം. പക്ഷേ നിന്റെ പിതാവ് ഒരിക്കലും ലോകാവസാനത്തോളം അവൻ നിന്നോട് കൂടെ തന്നെയുണ്ട്. നിന്റെ ആത്മാവിൻ്റെ ഉടയവൻ, നിന്നെ വിടിവിച്ചവൻ, നിന്നെ ശക്തീകരിക്കുവാൻ അവൻ മാത്രം മതിയായവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിന്നോട് കർത്താവ് എന്തെങ്കിലും ഒന്ന് പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് കേൾക്കാനായിട്ട് നമ്മുടെ ചെവിയൊന്ന് കൊടുക്കണം. വചനം ധ്യാനിക്കണം, വചനം പ്രവചിക്കണം. ഹല്ലേലൂയ. ഇന്നു മുതൽ വചനം വായിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, പ്രാകാരത്തിൽ തന്നെ നിന്ന് പ്രാർത്ഥിക്കാതെ വിശുദ്ധ സ്ഥലത്ത് അതിവിശുദ്ധ സ്ഥലത്ത് കയറി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേ. കർത്താവിനെ സ്തുതിക്കണം, കർത്താവിന് സ്തോത്രം ചെയ്യണം. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. വചനത്താൽ, സങ്കീർത്തനങ്ങളാൽ, പാട്ടുകളാലും അവനെ സ്തുതിക്കണം, അവൻ സ്തോത്രം ചെയ്യണം. അവൻ ചെയ്ത നന്മകളെ ഓർത്ത്, ഇപ്പോൾ നടക്കുന്നതിനെ ഓർത്ത്, വരാനിരിക്കുന്നതിനെ ഓർത്ത് നീ പ്രവചിച്ച് അവന് സ്തോത്രം ചെയ്യണം. നിന്റെ ദുഃഖം എത്രയാണോ അത്രയും നീ സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ശക്തന നിന്റെ മേൽ വർദ്ധിച്ചു വരും. വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന അവന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം നിന്നിലൂടെ വ്യാപരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല അവൻ നമ്മുടെ മേൽ തന്നത്. എന്തിന്റെയൊക്കെയാണ്? സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്നോട് നിലവിളിച്ചു. ആമേൻ. അവൻ എന്നെ യഹോവയോട് നിലവിളിച്ചു, സകല ഭയത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ ധ്യാനിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കൂരു താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മക്കളെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വളരണം, നിങ്ങൾ എഴുന്നേൽക്കണം. അനുമോളോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ആത്മാവ് പറയുന്നത് ഹല്ലേലൂയ, തീയിൽ കൂടെയും വെള്ളത്തിലൂടെ ഒക്കെ കർത്താവ് നടത്തുമാറാക്കി, എങ്കിലും എന്നെ നീ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. യു വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. നീ അനേക പേർക്കാരെ അമ്മയാകും. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങളെ നീ വളർത്തുവാൻ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. നിന്റെ ഓരോ കണ്ണുനീരുകളും ഓരോ മുത്തുകളാണ്, ഓരോ മാലകളാണ്. നീ അത് ചേർത്ത് റാണി സിസ്റ്റർ 14 വർഷം മുമ്പുള്ള ജേർഡിയെ തിരിച്ചു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, വൈ ലോഡ് എന്ന് ചോദിച്ച സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ 1000 സഹോദരിമാരെ ആശ്വസിപ്പിക്കുമ്പോൾ, അനേക പേരുടെ മെസ്സേജുകൾ വരുമ്പോൾ എൻ്റെ കണ്ണുനീര് വരും. എന്തെന്നറിയുമോ? ആദ്യ ദിവസത്തിലെ കർത്താവേ, ഇതിനാണോ നീ എന്നെ തൊട്ടതെന്ന് വിചാരിക്കും. ഇതിലൂടെയാണോ കർത്താവേ, ഓരോ ജേർണിയിലൂടെ നീ കടത്തിവിട്ടത് എന്തിനായിരുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഓരോ നാളെക്കുറിച്ചുള്ളത്, മറ്റന്നാളെക്കുറിച്ചുള്ളത്, അവൻ്റെ ആ സ്നേഹം എന്നെ കാണിക്കുവാനിടയാകും. ഹല്ലേലൂയ. ശുലോംകാരത്തി സന്തോഷിക്കുന്നത് പോലെ നിങ്ങൾക്കും അനുമോൾക്കും ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവരെയും, സോണിയ സിസ്റ്റർ, പ്രീമ സിസ്റ്റർ, ആലീസ് ആൻറ്റി, ബിന്ദു സിസ്റ്റർ, ഫേബ സിസ്റ്റർ, ഓപ്പൺ യുവർ ഹാർട്ട്, രമ്യ സിസ്റ്റർ, ദീപ സിസ്റ്റർ, അനില സിസ്റ്റർ, ചിന്നു, ഷൈനി, ശ്രേയ, രജി, ലിൻഡ, സിൽവാനോ, രാജി, ഷാലി സിസ്റ്റർ, റെയിൽമി, ജയ സിസ്റ്റർ, മോറിഷ്യ, ടീന, ജീന, മിനി, മഞ്ജു, ദീപ, റീബ, പി ഡി, യോഹന്നാൻ, സുജ സിസ്റ്റർ, ആശ സിസ്റ്റർ, നിഷ, ആൻ മേരിയ, കൊച്ചുമോൾ, നിറുബ, നിഷ, സാറ, മീനു, ലിസി, റേച്ചൽ, ജിൻസി, അനിത, ബിൻസി, പ്രിയ, ഡോണ, പത്മിനി, ജെസ്സി, സുബി. ഒന്ന് ഓർത്തു നോക്കിയേ പേര് വിളിക്കുന്ന സമയത്ത്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തെ ഒന്ന് ഓർത്തേ. ആ പാട്ടൊക്കെ നമ്മൾ മരണം വീട്ടിൽ പാടുന്ന കേൾക്കത്തില്ലേ? പേർ വിളിക്കും നേരം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇപ്പോഴത്തെ കഷ്ടം സാരമില്ല. എന്താണെന്നറിയാമോ? വരാനിരിക്കുന്ന സന്തോഷം ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല. അലിസാൻഡി, ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല മോളെ. ആരും പരപ്പെടണ്ട. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. അവൻ നമ്മളെ വിടുവിച്ചു. അവന്റെ പ്രകാശം നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു. ഹി ഈസ് ദ ലൈറ്റ്. അവൻ വെളിച്ചമാണ് ലോകത്തിന്. അങ്ങനെയെങ്കിൽ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകണം.
നിങ്ങൾ ഈ പേര് പറഞ്ഞവരെല്ലാവരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. എൻ്റെ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ ലോർഡ്. ഇന്ന് രാത്രി മുഴുവനും നിങ്ങൾക്ക് ഇപ്പം ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് വയ്ക്കും, എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയുമെന്ന് പറയുമ്പോൾ ആ പറയാൻ ആഗ്രഹിച്ചതുണ്ടല്ലോ, നിങ്ങളിന്ന് മുട്ടുമടക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇരുന്നങ്ങ് പറയണം. എന്നോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കർത്താപ്പച്ചനോട് പറയുന്ന പോലെ നിങ്ങളങ്ങ് പറയുക, കർത്താവേ എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് എന്തൊക്കെയാണോ പ്രശ്നം എല്ലാം പറയണം. പറഞ്ഞിട്ട് നിങ്ങൾ അവനെ സ്തുതിക്കാൻ തുടങ്ങിയ അത്യന്ത ശക്തി, യു വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. അവൻ നിന്നെ പ്രണയിക്കും, അവൻ നിന്നെ സ്നേഹിക്കും, അവൻ നിന്നെ മാറോട് ചേർക്കും, അവൻ നിന്റെ വേദനകളെ ഒപ്പിക്കളയും, അവൻ നിന്റെ മാറെ മധുരമാക്കും. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ നീയും അവനും തമ്മിൽ വ്യക്തമായി സംസാരിക്കും. നിന്റെ ആത്മാവും അവൻ്റെ ആത്മാവും തമ്മിൽ ഇടപെടും, വ്യക്തമായി സംസാരിക്കും. നിങ്ങൾ ഒന്നാകും. ഹല്ലേലൂയ. ശുലോങ്കാർത്തിയുടെ അതേ സ്നേഹം. ഹല്ലേലൂയ. നീയും ഭയപ്പെടരുത്. ആമേൻ. സ്തോത്രം. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ. ഹല്ലേലൂയ. ഓരോരുത്തരും അങ്ങനെ ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ പറയണം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്ത് നെഗറ്റീവ് കണ്ടാലും പറയണം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ നിൻ്റെ ആ വെളിച്ചം ആ മുറിയിൽ മുഴുവനും അവിടെ നിൽക്കത്തില്ല വെളിച്ചം. വെളിച്ചം എവിടെയെല്ലാം പോകുന്നു, ഇരുട്ട് മാറിപ്പോകും. നീ ആദ്യം നിന്നെ തന്നെ കൺഫേം ചെയ്യണം, ഞാൻ വെളിച്ചമാണെന്ന്. ഞാൻ വെളിച്ചമാ. അടി ഭർത്താവ് ഇടിച്ചു, അപ്പോഴും പറയണം നീ വ്യഭിചാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കേട്ടില്ല, ഞാൻ വിളിച്ച ഒറ്റ വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ 2011 എൻ്റെ ഹൃദയത്തിലെ ഇതുപോലുള്ള സിറ്റുവേഷനിൽ കടന്നു പോയപ്പോൾ നമുക്ക് ചിലത് പറയുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും, നമ്മളെ കോളിംഗ് ഉള്ളതുകൊണ്ട് അവരിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. അൺവാണ്ടഡ് ബാഡ് വേർഡ്സ് കേട്ടിട്ട് മടുത്ത് ഞാൻ. കാരണം ദൈവ പൈതലായി കഴിയുമ്പോൾ നമുക്കിതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞു. ഞാനൊരു ആൻറ്റീനെ വിളിച്ചു. പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ എന്നെ ഒത്തിരി പറയുന്നു ആൻറ്റി, എനിക്കിത് സഹിക്കാൻ വയ്യ. 2 കുഞ്ഞുങ്ങളാണ്, ഒരെണ്ണം ഇവിടെയും സ്പൈനൽ പ്രോബ്ലം ഇങ്ങനെ ഇരിക്കുക, ഒടിഞ്ഞു മടങ്ങി. പറഞ്ഞു, മോള് ബോണഗീനാണോ? ഞാൻ ആൻറ്റി ബോണഗീൻ ആൻറ്റി, എനിക്ക് സഹിക്കാൻ വയ്യ ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി ചോദിച്ചു, മോള് ബോണഗീനാണോ? ബോണഗീൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ സൃഷ്ടി ആൻറ്റി, പുതിയ സൃഷ്ടി. അപ്പം മോള് പുതിയ സൃഷ്ടിയല്ലേ, പഴയ സൃഷ്ടിക്കല്ലേ ആ ലാംഗ്വേജ് അറിയാവുന്നത്, മോൾക്ക് എങ്ങനെ ഈ ലാംഗ്വേജ് അറിയാം? ഞാൻ പറഞ്ഞു, ശരിയാണല്ലോ, ഞാൻ പുതിയ സൃഷ്ടിയാണല്ലോ. അപ്പം പിന്നെ അതങ്ങ് വിട്ടേക്കെ, മോളും അത് കേൾക്കണ്ട, മോൾക്ക് അറിയത്തില്ലെന്ന് പറ. പിറ്റേ ദിവസം തൊട്ട് കേൾക്കും. അപ്പം 2 വേർഡും കൂടെ കൂടുതൽ കൂടി. അപ്പം ഞാൻ എനിക്കറിയത്തില്ല ഈ ലാംഗ്വേജ്, പിന്നെ എനിക്കറിയാം എന്തോന്നോ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞില്ല, ഇപ്പം ഒന്നും മനസ്സിലാവുന്നില്ല, എപ്പോൾ കേട്ടാലും മനസ്സിലാവൂല. ഹല്ലേലൂയ. ഓവർകം ദ വേൾഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. നെവർ ഗിവ് അപ്പ്. ആമേൻ. കണ്ണടച്ചായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ രാത്രി ഒരുമിച്ച് കൂടുവാൻ നിന്ന ഈ അത്യന്ത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എല്ലാവരും ഉയർച്ച തന്നെ പ്രാപിക്കുന്നു, നിശ്ചയമേ പാതാളഭൂമിയും ജയിക്കുക. ഹല്ലേലൂയ. കർത്താവ്, ഒരു സ്റ്റെപ്പ് കൂടെ കയറുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. പ്രവചനത്തിൻ്റെ ആത്മാവിനെ നിൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. അഭിഷേകം നിറയാത്തവർ അഭിഷേകത്തെ നിറയ്ക്കണമേ. അത്യന്ത ശക്തിയെ നിറയ്ക്കണമേ. ഉൾക്കണ്ണ് തുറക്കാത്തവരുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. രക്ഷയിലേക്ക് കടന്നു വരാത്തവരെ രക്ഷയിലേക്ക് നീ ആകർഷിക്കണമേ കർത്താവേ. ഇത് ലീഡ് ചെയ്യുന്ന എൻ്റെ പ്രിയ മകൾക്കും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു, എൻ്റെ മകളുടെ കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു, കൂട്ടാളിക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ ഒരുമിച്ച് കർത്താവിൻ്റെ ഹല്ലേലൂയ ഈ പെട്ടകത്തെ ചുമക്കുവാൻ അനേകർക്ക് വെളിച്ചമാകാൻ ദേശത്ത്, രാജ്യത്ത്, സമൂഹത്തിൽ ഇനിയും അനേകരെ ആദായപ്പെടുത്തുന്ന ആ ഭവനത്തിൽ വന്ന് അവർ പ്രാർത്ഥനാലയമായി മാറുവാൻ അവരും എല്ലാവരും ചേർന്ന് അനേകർക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു സഹായമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് വന്ന കഷ്ടം ഇനി വരികയിൽ ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ബ്ലസ് ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവർ ലോകത്തിന് വെളിച്ചമാകുന്നു കർത്താവേ. അവരുടെ ഉള്ളത്തിലുള്ള ഭയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരു കല്ലുരുട്ടിപ്പോയതുപോലെ അവൻ്റെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ, ഞങ്ങൾ പ്രകാശമായപ്പോൾ, ഹല്ലേലൂയ, ഇരുട്ട് ഞങ്ങളിൽ നിന്ന് പോയി എന്ന് പറയുവാൻ എല്ലാവരും അത്ഭുത സാക്ഷികളാകട്ടെ. Let them arise and shine, Lord. Let my people go. Hallelujah. യേശുവിന്റെ നാമത്തിൽ അപ്രകാരം സംഭവിച്ചതിനെ സ്തോത്രം. യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമായിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ നിലവിളിച്ചു, അവൻ എന്നെ സകല ഭയത്തിൽ നിന്ന് വിടുവിച്ചു. യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമായിരിക്കുന്നു.